അങ്ങനെയല്ലല്ലോ തിരിച്ചു വന്നത്. സ്കൂളും എല്ലാം കാണില്ലായിരിക്കും നാളെ. സ്കൂൾ അവർ നിർത്തിപ്പോയാ? സ്കൂളിന് ബുൾഡോസർ ഇട്ട് ഇടിച്ച് പൊളിച്ച ചോദിക്ക. നാടകത്തിൽ അഭിനയിച്ചേന്. ഏത് നാടകം? പാത്തുമ്മേടാട്. അതിനകത്ത് പാത്തുമ്മ ഞാനല്ലായിരുന്നോ? എടി അത് നീ അന്ന് അഭിനയിച്ചല്ല, അതിന്റെ അവാർഡ് ഇപ്പോഴാണ് പറഞ്ഞേ. അതിനേശം ഇന്നാണല്ലോ സ്കൂളിൽ പോണേ. അല്ല, ഇന്നായിരുന്നു പ്രോഗ്രാം. കൺഗ്രാറ്റുലേഷൻസ്. അഭിവാദ്യങ്ങൾ. പൊളിച്ചടിക്കട്ടോ മക്കളെ. ഇനി നോക്ക് ബെസ്റ്റ് ആക്ട്രസ് പാർവതി ബാലചന്ദ്രൻ. കിടിക്കണം കിടിക്കും, ഒരു രക്ഷ. അടിപൊളി. അമ്മൂമ്മ ആവേശം കണ്ട അവളുടെ. ധാര വന്നേക്കുന്നെന്ന് അറിയോ? ബെസ്റ്റ് ആക്ട്രസ്സാ. എന്തിനാന്ന് പറഞ്ഞു കൊടുക്ക്. എന്തിനായിരുന്നു? നാടകം കളിച്ചെന്റെ പാത്തുമ്മയുടെ ആട്. ആ എന്റെ ചക്കര വാഴയും കണ്ടോടാ, കണ്ട് പഠിക്കങ്ങോട്ട്. പാറുക്കുട്ട കൺഗ്രാറ്റ്സ്. ചെല്ലോ. പാറ നമ്മുടെ സിംഹക്കുട്ടിയല്ലേ, അവൾ അഭിനയ സിംഹല്ലേ. അല്ലെങ്കിൽ തന്നെ ആരുടെ അനിയത്തി ചക്കട് വേണ്ട. പാറ വയറിച്ചല്ലോ കൂടാമ്മ. സൂപ്പർ. പാറുവിന് ഒരു അനുമോദന യോഗം നമ്മൾ സംഘടിപ്പിക്കാം. അതിനു മുന്നേ നിന്റെ അനുശോചന യോഗം ഞാൻ സംഘടിപ്പിക്കും. ചേച്ചി അത് വിട്ടില്ലേ ചേച്ചി അത് വിട്ടാലും ഞാനത് വിടൂലടാ. ഇന്നലെ ഞാൻ നേരെ വഴി വന്നപ്പോഴത്തേക്കും ഒന്ന് ജംഗ്ഷനിലേക്ക് ആക്കോ കേശു എന്ന് വെച്ചപ്പോഴത്തേക്കും നീ എന്തോ പറഞ്ഞേ? 2 കാലില്ലേ, വേണമെങ്കിൽ നടന്നപ്പോ കൊടന്ന്. മെർലിന് 2 കാല് തന്നെയുള്ള അവളിന്ന് നടത്തിവിട്ടാൽ എന്ത്? എങ്ങനെ നടക്കൂടി, മോശമല്ലേ അത്? കൊണ്ടുപോവാ, ജംഗ്ഷനിൽ കൊണ്ടുപോകണോ? ഞാൻ കൊണ്ട് പോകുന്നുണ്ട്. ഞാൻ മക്കള് അതിങ്ങി തന്നിട്ട് പാല് കുടിച്ചാട്ടെ. ഇത് തരാൻ പറ്റൂല. അതവിടെ വെക്ക്, എന്നിട്ട് പാല് കുടിക്ക്. ആരെങ്കിലും എടുത്തോണ്ടു. பாரு என்ன சொல்ற? யாரும் எடுக்க மாட்டாங்க. ഇവിടെ ചിലവരുണ്ടല്ലോ. ദേ അതവിടോട്ട് വെച്ചേ. വെച്ചിട്ട് ഈ പാലൊന്ന് കുടിച്ചേ. എന്നാ ബിസ്ക്കറ്റ് നിന്നേ. എന്നാ കുടി. ഞാനില്ലേ അവാർഡ് മേടിക്കാൻ ചെന്നപ്പോഴേ എല്ലാരും കൈകൊട്ടി. അത് പിന്നെ അങ്ങനല്ലേ വരൂ. എന്റെ പാറുമോള് മിടുക്കത്തിയല്ലയോ? അമ്മമ്മേ, അമ്മമ്മക്ക് പണ്ടേ അവാർഡ് കിട്ടിയിട്ടുണ്ടോ? ഓ, നമ്മക്കൊക്കെ ആര് അവാർഡ് തരാനാ? അടുക്കള ജോലിക്ക് വല്ലതും അവാർഡ് വല്ലതും ഉണ്ടെങ്കിൽ ചിലപ്പോ എനിക്ക് കിട്ടിയേനായിരുന്നു. பாரு எனக்கு ஸ்கூல்ல படிக்கும்போது தமிழ் கவிதை காம்படிஷன்ல பிரைஸ் கிடைச்சிருக்கு பாரு. എത്ര പഠിക്കുമ്പോ? 4ஆம் கிளாஸ் படிக்கும்போது. ശരിക്കും? ஆமா ஆமா, ശരിക്കും கிடைச்சிருக்கு. പാറേ എന്തിനാണ് നീ അടുക്കളയിൽ പോലും പാത്രക്ക് വെക്കൂലേ? എടാ, ഇത് താഴെ വെച്ചാലേ ആരെങ്കിലും എടുത്തോണ്ട് പോകുന്ന. ആരെങ്കിലും എടുത്തോണ്ട് പോകുന്ന? ആരെങ്കിലും എടുത്തോണ്ട് പോയി ഇവരുടെ കയ്യിൽ ഇരുന്നത് ഓസ്കാറാ. ഓസ്കാറോ? അതെന്തുവാ? ഓസ്കാർ வந்து ஆக்டிங்க்கு கொடுக்கற பெரிய அவார்ഡ്. എനിക്ക് അപ്പോഴേ അറിയായിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അസൂയ ഉണ്ടാവും. പിന്നെ നിനക്കൊരു ഇച്ചിരി പോന്ന അവാർഡ് കിട്ടണേ ഞങ്ങക്ക് അസൂയ വേണല്ലേ പണി. പോകച്ചാളും പാറേ ഞാൻ വന്നേടാ, ഞാൻ നേരത്തെ നിർത്തിക്ക് നോക്കിയില്ല. ചേട്ടൻ നേരത്തെ നോക്കിയതാണല്ലോ. താടാപ്പാന്ന് നോക്കട്ട്. ചേട്ടൻ നേരത്തെ നോക്കിയതല്ലേ, അത്രയൊക്കെ മതി. ഒരു അവാർഡ് കിട്ടിയ ഇത്ര ജാട കാണിക്കണോ? കഴിവുള്ളവര് ജാട കാണിക്കും. കഴിവുള്ളവര് ജാട കാണിക്കുന്ന മക്കളെ, കഴിവുള്ളവരൊക്കെ തന്നെ കേട്ടോ ഈ വീട്ടിലുള്ളവര് പലരും നമുക്ക് അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്കൊന്നും അവാർഡ് കിട്ടിയിട്ടില്ലല്ലോ. ആര് പറഞ്ഞു അവാർഡ് കിട്ടിയിട്ടുണ്ട്? ചേച്ചിക്ക് കൊണ്ട് അവാർഡ് കിട്ടിയിട്ടില്ലേ? എന്റെ കിങ്ങിണി കൂടെ ക്ലബിന്റെ. അത് ആർക്കും അറിയത്തില്ലല്ലോ. അത് ക്ലബും ചേച്ചി മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. നോക്കട്ടെ. ഒന്നും തന്നാണ്ടല്ലോ. പലതവണ പറഞ്ഞ മൂത്തവരെ കൈവക്കരുതെന്ന്. പാറു ഒന്നുമില്ലെങ്കിലും നിനക്ക് അവാർഡ് കിട്ടാൻ കാരണമല്ലേ? നിന്നെ അഭിനയം പഠിപ്പിച്ചതാരാ? ഡ്രാമ ടീച്ചർ.
ഡ്രാമ ടീച്ചറാ, നിനക്ക് പാത്തുമ്മയുടെ ആടിന്റെ കഥയൊക്കെ പറഞ്ഞത് കേശിച്ചാണല്ലേ? അയിന് ഒരു അവാർഡ് കിട്ടിയപ്പോഴത്തേക്ക് പെണ്ണിന്റെ സ്വഭാവം മാറിയത് നോക്കിയേ. ഇനിയിപ്പൊ എന്തൊക്കെ കാണണോ എന്തോ. லெச்சு விடு லெச்சு பாவம் சின்ன குழந்தை. പിന്നെ ചിന്ന കൊളന്ത കയ്യിലിപ്പോ ചിന്ന കൊളന്തയുടെ ഒന്നും അല്ലല്ലോ. മകളെ പാറുവേ, മക്കളുടെ ജീവിതത്തിൽ ഇനി മുമ്പോട്ട് ഒരുപാട് അവാർഡുകളും പുരസ്കാരങ്ങളും ഒക്കെ കിട്ടും. കിട്ടും. ആ. എനിക്ക് അതിനുള്ള കഴിവുണ്ട്. അമ്മ ഇത് പിടിച്ച്. ആരുടെ സ്വഭാവമാണ് അവൻ കിട്ടിയേക്കണെന്ന്. ബെസ്റ്റ് ആക്ട്രസ്. ചേച്ചി എന്താ ചേച്ചി അതിങ്ങ വന്നേ? ആരോട് വെച്ചിട്ട് എടുത്തേ? ഇപ്പൊ ആരോടെങ്കിലും ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? ഇവിടെ ഇരുന്ന് ഞാൻ എടുത്തു. ഇത് എന്റെ അല്ലേ? നിന്റെ അല്ലെന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. അതിനിപ്പോ എന്താ? ഒരാളുടെ സാധനം അവരുടെ അടുത്ത് ചോദിച്ചിട്ടല്ലേ എടുക്കാവുള്ളൂ. അതിന് നീ എന്തിനാ കിടന്ന് ചൂടാവണേ? പിന്നെ എന്റെ സാധനം എടുത്താൽ ഞാൻ പിടിച്ച് മുമ്പ് നോക്കണോ? പാറുവേ, വേണ്ട കേട്ടോ. അത്രയും വർത്താനൊന്നും പറയേണ്ട ആവശ്യമില്ല. വേണം. തന്നെ. ഇത് എനിക്ക് കിട്ടിയ വാടാ, ആരും അത് എടുക്കണ്ട. എന്താ ദൈവമേ, ഇതാരും അറിയാതെ ഞാൻ ഇവിടെ കൊണ്ടുവെക്കും. ഒരു അവാർഡും കിട്ടിപ്പോ. ഒരു കാര്യം ചെയ്, നിന്റെ കൊമ്പിൽ കൊരുത്തിട്. എനിക്ക് എവിടുന്ന അതിന് കൊമ്പ്? ഈ ഇത്രയും നാളും ഉണ്ടായിരുന്നില്ല, പക്ഷെ ഇപ്പൊ ഒരെണ്ണം മുളച്ചു വരുന്നുണ്ട്. നമുക്ക് കൊരുത്തിടാം. Kannan Devi Group presents West Zone Flowers Aka Ponnunakazha 2025.